ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹബന്ധം ഭാഗം 2007. ഇന്ന് ജൂൺ മാസം 29-ാം തീയതി. ഈ ആണ്ടിലെ 180-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. പരിശുദ്ധ സുറിയാനി സഭയെ സംബന്ധിച്ച് ഇന്ന് സ്ലീഹാനോമിന്റെ സമാപനമാണ്. ഒപ്പം പരിശുദ്ധന്മാരായ സ്ലീഹന്മാരുടെ തലവന്മാരായ പത്രോസിന്റെയും പൗലൂസിന്റെയും ഓർമ്മ പെരുന്നാൾ ദിനം കൂടിയാണ്. കഴിഞ്ഞ പുലരി നമ്മൾ പൗലൂസിനെ കുറിച്ച് ഓർത്തിരുന്നു. വളരെ കുറച്ച് വിചാരങ്ങൾ. ഇന്നേ ദിവസം സഭ ഈ പിതാക്കന്മാരെ ഓർക്കുകയാണ്, പത്രോസ് ലീഹായെയും പൗലൂസ് ലീഹായെയും. ഉയർപ്പിന് ശേഷം ക്രിസ്തുയേശുവിന്റെ 4ാമത്തെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിന്റെ അവസാന അധ്യായത്തിൽ എഴുതുന്നുണ്ട്. പതിയെ പത്രോസ് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. തന്റെ ഗുരു ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരിക്കൽ താൻ ഉപേക്ഷിച്ച തൊഴിലിടത്തിലേക്കൊക്കെ മടങ്ങിപ്പോകുന്നു. അദ്ദേഹം ആരെയും കൂട്ടുവിളിക്കുന്നൊന്നുമില്ല. ഒറ്റയ്ക്ക് ഒരു മടക്കയാത്രയാണ്. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അല്ലാത്തൊരു ഭാരം തോന്നുന്നുണ്ട്. അത് വീണ്ടും വീണ്ടും ഒന്ന് വായിക്കുമ്പോൾ ക്രിസ്തു വഴികളിലെത്തിയ ഞാൻ ഉൾപ്പെടെ ഏതൊരാളുടെയും ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലുമൊക്കെ സംഭവിക്കാവുന്നൊരു വലിയ വീഴ്ചയാണ് വിശുദ്ധനെ പത്രോസ് ലീഹ തന്റെ ജീവിതത്തിൽ ഉണ്ടായത് നമുക്കായിട്ട് തുറന്ന് പറഞ്ഞു തരുന്നത്. മടങ്ങിപ്പോവുകയാണ്. ഓരോ ദൗത്യങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത ഓരോ നിയോഗങ്ങളിൽ നിന്നുള്ള ഓരോരോ കുഞ്ഞു കുഞ്ഞു വലിയ വലിയ പിന്മാറ്റങ്ങൾ എന്തുമാത്രം വലിയ ഇടർച്ചയാണ്. അതൊരു അകൽച്ച കൂടിയാണ് ക്രിസ്തുവിൽ നിന്ന്. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. 6ഓളം ആളുകൾ ഒപ്പം കൂടിയെന്നാണ് നമുക്ക് ആ വേദഭാഗം തരുന്ന ഒരു സൂചന. 6 ആളുകൾ ഒപ്പം കൂടുകയാണ്. അതിങ്ങനെ ആരൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. സബദിയുടെ മക്കളുണ്ടായിരുന്നു, തോമസ് ലീഹായ ഉണ്ടായിരുന്നു, നഥാനിയേൽ ഉണ്ടായിരുന്നു, പേര് പറയാത്ത 2 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അവരും കൂടെ കൂടുകയാണ്. അവരും ഇങ്ങനെ പോകാൻ ആഗ്രഹിച്ചിരുന്നവരായിരിക്കണം. ആരെങ്കിലുമൊക്കെ ഒരു തുടക്കം കുറിക്കാനായിട്ട്. ഓർത്തോണം, എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് വലിയ അതേതായാലും ഒരു ഇടർച്ച ഒരു സമൂഹത്തെ കൂടി ചിലപ്പം ബാധിക്കുകയല്ലേ. കുറെ കൂടി ജാഗ്രതയിൽ ജീവിക്കണമെന്ന് അപ്പോസ്തലന്മാര് അവരുടെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കുറെ കൂടി ജാഗ്രതയില്, കുറെ കൂടി ഏകാഗ്രതയില്, കുറെ കൂടി പ്രാർത്ഥനയില്, കുറെ കൂടി സമർപ്പണത്തില്, കുറെ കൂടി ധ്യാനത്തില് ജീവിപ്പാനായിട്ട് നമുക്കും തീരുമാനിച്ചാലോ. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇതുപോലെ മടങ്ങിപ്പോക്കലുകൾ ഉണ്ടാവും. ഒരുപക്ഷെ അവർ അറിഞ്ഞുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും, ചിലപ്പോ അവർ പോലും അറിയാതെ ആഗ്രഹിക്കാതെ. അതിനെ എങ്ങനെയാണ് ക്രിസ്തുയേശു കൈകാര്യം ചെയ്തത്? 7 പേരുടെ സംഘം രാവ് മുഴുവൻ വലവിശിയിട്ട് ഒന്നും കിട്ടിയില്ല. ഇത് നമുക്ക് രേഖപ്പെടുത്തിയത് സാക്ഷിയായ 7 പേരിൽ ഉൾപ്പെട്ട വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ തന്നെയാണ്. നേരം പുലരാറായപ്പോ പുലരിയില് കരയില് ക്രിസ്തുയേശു വന്നു നിന്നു. കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്നാണ് ചോദിക്കുക. ചെറിയൊരു കുസൃതിയുണ്ട് കുഞ്ഞുങ്ങളെന്നുള്ള വിളിയില്ല. കുഞ്ഞുങ്ങൾ അറിവില്ലാത്ത, അല്ലെ, വിവേകം ഉയരാത്ത, കുറയ്ക്കാത്ത കുഞ്ഞുങ്ങൾ. എന്തെങ്കിലും കിട്ടിയോ? ആ കുഞ്ഞുങ്ങളെന്നുള്ള വിളി കാതിൽ മുഴങ്ങുന്നുണ്ട് ക്രിസ്തുയേശുവിന്റെ. അത് യേശു ആയിരുന്നു എന്ന് അവർക്ക് മനസ്സിലായില്ല. അകന്നുപോയവർക്ക് എങ്ങനെയാണ് യേശുവിനെ പിടുത്തം കിട്ടുക? അകന്നുപോയവർക്കും മടങ്ങിപ്പോയവർക്കും ക്രിസ്തുയേശുവിനെ ഒട്ടും പരിചയം ഉണ്ടാവില്ല. അപരിചിതനായി എണ്ണേണ്ടി വരും. അതുകൊണ്ട് തന്നെ തിരികെ വരാനായിട്ട് ഈ അപ്പോസ്തലന്മാരുടെ ഓർമ്മ പെരുന്നാൾ, സ്ലീഹ നോമ്പിന്റെ സമാപന ദിനം നമ്മൾ ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നുണ്ട്. മടങ്ങി വരിക. അങ്ങനെ മടങ്ങി വരാനായിട്ട് സാധിക്കട്ടെ. ഞാൻ ജീവിക്കുന്നില്ല, എന്നെ ജീവിക്കുന്നത് ക്രിസ്തുവാണെന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലനെ നമുക്ക് ആദരവോടെ ഓർക്കാം. ജീവിക്കുന്നതായാലും മരിക്കുന്നതായാലും അത് ക്രിസ്തുവിലായതിനാൽ എനിക്കെല്ലാം നേട്ടമെന്ന് പറഞ്ഞ പൗലോസിനെ നമുക്ക് ഓർക്കാം.
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു എന്ന് ആവർത്തിച്ച് 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 ഏറ്റുപറഞ്ഞ പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായെ നമുക്ക് ഓർക്കാം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.